എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം 2 വീഡിയോ ചെയ്തിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ മാത്രമല്ല വീഡിയോ ചെയ്തത്, മലയാളത്തിലെ മിക്ക പത്രങ്ങളും ചാനലുകളുമെല്ലാം റിപ്പോർട്ട് ചെയ്തു. ധാരാളം യൂട്യൂബ് ചാനലുകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൈക്കോളജി എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ വേണ്ടപ്പെട്ടവരെ കുറ്റപ്പെടുത്തി തന്നെ ഞാൻ വീഡിയോ ചെയ്തു. കാരണം അവരാണ് അതിൻ്റെ കുറ്റക്കാർ. അവർ മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പും ആ കാര്യവും ഞാൻ വളരെയധികം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, മുമ്പ് നടന്നിട്ടുള്ള പല കൊലപാതകങ്ങളും അതുപോലെ ആത്മഹത്യയും ഒക്കെ ഞാനതിൽ മെൻഷൻ ചെയ്തു. എന്തുകൊണ്ടാണ് അത്തരം വിഭാഗം, ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കാര്യമല്ല പറയുന്നത്, ലോവലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം, ആ വിഭാഗം കുട്ടികൾ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനുമുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതേ ചാനലിൽ തന്നെ എല്ലാ വിഭാഗം വ്യക്തികളും, അത് പെർഫെക്ഷനിസ്റ്റ് മുതൽ പീസ് മേക്കർ വരെയുള്ള 9 വിഭാഗങ്ങൾ, ഈ ലോകത്തുള്ള മുഴുവൻ വിഭാഗങ്ങളുടെയും ഒരു സൈക്കോളജി ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്ന്. അതിലേറ്റവും അപകടകാരികളാണ് ഈ ലോവലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി. അവർ 2 കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുകിൽ അവർ സ്വയം നശിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ നശിപ്പിക്കും. ഈ സ്വയം നശിച്ചാലും മറ്റുള്ളവരെ നശിപ്പിച്ചാലും അവിടെ അവർ വർക്ക് ചെയ്യുന്ന നോർമൽ മൈൻഡ് അല്ല. അവർക്ക് ആരുമില്ല എന്നൊരു തോന്നലിൽ നിന്ന് അവർക്ക് ആരാണോ അവരെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായി അവർക്ക് തോന്നുന്നത്, അവർക്ക് വേണ്ടി എന്തും ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ അവരുടെ മാതാപിതാക്കളെ അവർ ഉപേക്ഷിച്ചെന്ന് വരും, അവർക്ക് ആരെ കൂടെയും പോയെന്ന് വരും. ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. ആരെയും ആക്ഷേപിക്കാനോ മോശപ്പെടുത്താനോ ഒരു വാക്ക് പോലും ഞാനതിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിൽ വരുന്ന കമന്റുകൾ ബഹുജനം പല വിധമാണ്. പല വിധത്തിൽ അവരവരുടെ സംസ്കാരം അനുസരിച്ചിട്ട് അവർ പറയുക. ഇന്ന് ആ ബന്ധപ്പെട്ട ആ കുട്ടിയുടെ വേണ്ടപ്പെട്ടവൾ എന്ന് പറയുന്ന ഒരാൾ എന്നെ വിളിച്ചിരുന്നല്ല, നമ്പർ വാങ്ങി ഞാൻ വിളിച്ചതാണ്, എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട്. അവർ പറഞ്ഞത് വീഡിയോ റിമൂവ് ചെയ്യണമെന്നാണ്. അത് സാധ്യമല്ല. കാരണം ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ റിമൂവ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം ഈ ഒരു വിഷയം എഡ്യൂക്കേഷൻ രംഗത്ത് ആവശ്യമാണ്. അപ്പോൾ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാവും. അതിലാരെയും ആക്ഷേപിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അതിനകത്ത് മോശം കമന്റുകൾ വന്നത്, അതൊക്കെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. എൻ്റെ ശ്രദ്ധയിൽ വന്നാൽ ഞാനത് നീക്കം ചെയ്യും. പിന്നെ എന്നെ തെറി വിളിക്കുന്നത്, അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ഞാൻ എടുക്കാറില്ല, അത് വിളിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കലാണ് എന്നാണ്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് തന്നു, ഞാൻ മോശം ഒരാളാണ്, തരികിടയാണ് എന്ന് പറഞ്ഞാൽ നല്ല ഒരാളാണെന്ന് കരുതിയത് അത് മോശമാണെന്നുള്ളതാണ്. ഞാൻ മോശമാണോ നല്ലതാണോ എന്ന് എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് എത്ര വീഡിയോകളുണ്ടോ, ഏത് വീഡിയോ നിങ്ങൾ റാൻഡമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ എടുത്ത് പരിശോധിച്ചോളൂ. അതിനകത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ അസഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാക്ക് മറ്റേതെങ്കിലും യൂട്യൂബ് ചാനലിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളുണ്ട്. ഞാൻ ആ വാക്കുകളോട് ആവർത്തിക്കുന്നില്ല. അത്തരത്തിൽ ആരെങ്കിലും ആക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ഒന്നിൽ പോലും ഉപയോഗിക്കലുണ്ടാവില്ല. പിന്നെ എന്തെങ്കിലും ഒരു അല്പം അതിശയോക്തി ഉണ്ടെങ്കിൽ അത് തമ്പനയിലായിരിക്കും. അവിടെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ഞാൻ അവർക്ക് തമ്പനയിൽ മാറ്റി, യൂട്യൂബിൽ കമന്റ് ഒഴിവാക്കി, കമന്റിനെ ആർക്കും ചെയ്യാൻ കഴിയില്ല, ഫേസ്ബുക്കിൽ കമന്റിന് മോഡറേഷൻ വെച്ചു. ഇത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ ആക്ഷേപിച്ചത് കൊണ്ടാണ്. ഞാൻ സാധാരണ മറ്റുള്ളവരെ വിളിക്കാറില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുമ്പോൾ അവരുടെ കാര്യം ചോദിച്ച് അത് പറയുകയാണ് പതിവ്. പക്ഷെ അത് അവർക്ക് ഇഷ്ടമല്ലാത്തതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തല്ല. നമുക്ക് ഒരു പണി എടുക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ന് വിളിച്ച ആളും അദ്ദേഹം മാന്യമായി ഞാൻ സംസാരിച്ചു. ആ സംസാരം ഞാൻ വിടുന്നില്ല, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പുറത്തുവിടും. ഇപ്പോൾ എന്തായാലും അതിൻ്റെ ആവശ്യമില്ല, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോളൂ. ഇപ്പോൾ എൻ്റെ വീഡിയോ റിമൂവ് ചെയ്തുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാവില്ല. അത് കൗൺസിലിംഗ് ചെയ്തിട്ടോ മറ്റു കാര്യങ്ങളോ ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാൻ കാരണം എന്താണ്, അതവർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതായത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ, ലോവലിസ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറി കുട്ടികൾ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ആ കാറ്റഗറി എന്ത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പേഴ്സണാലിറ്റി ടൈപ്പ് 6
എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈപ്പ് കിട്ടും. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അവരെ പഠിപ്പിക്കുക, അവരുടെ റിഡീംഡ് വെർഷനും അൺറിഡീംഡ് വെർഷനും അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ നന്നാക്കാൻ പരിശ്രമിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങളെ റിമൂവ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയും. എന്ത് തോന്നിയാസം കാണിച്ചാലും കുഴപ്പമില്ല, ആ തോന്നിയാസത്തിന് കൂട്ടു നിന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതുപോലെ അത് തിരുത്താനായിട്ട് നോക്കൂല. പക്ഷെ ഇത് പുറത്തറിയുമ്പോൾ, 4 പേര് അറിയുമ്പോൾ അതാണ് പ്രശ്നം, ചർച്ച ചെയ്യപ്പെടുന്നതാണ് വിഷയം. പക്ഷെ അതിനു മുമ്പ് അത് പരിഹരിക്കേണ്ടതല്ലേ? അപ്പോൾ അത് ഇനിയെങ്കിലും അത് പരിഹരിക്കാൻ നോക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എന്നെ പോലുള്ളവരെ വിളിച്ചിട്ട് ചൂടായിട്ടോ ബഹളം വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അനാവശ്യമായ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല, അസഭ്യ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതെൻ്റെ കമന്റ് ബോക്സിൽ ആരെങ്കിലും അങ്ങനെ എഴുതിയത് കണ്ടാൽ ഞാനത് റിമൂവ് ചെയ്യുകയും ചെയ്യും. കാരണം അത് അവിടെ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ 100 കണക്കിന് കമന്റുകൾ വരുമ്പോൾ ചിലത് കാണാതെ പോകും, എന്നാലും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള കമന്റുകളും ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കമന്റുകളൊക്കെ വളരെ മോശമായിട്ട് എഴുതിയിരുന്നു. ആ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ നീക്കം ചെയ്തിട്ടുണ്ട്. ഏതായാലും പേഴ്സണാലിറ്റി ടൈപ്സ് അത് പഠിക്കണം. എന്നോട് ചൂടാവുന്ന സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കത്തെഴുതണം. പേഴ്സണാലിറ്റി ടൈപ്സ് കുട്ടികളെ പഠിപ്പിക്കണം. അത് പഠിപ്പിച്ച് വളർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം, എന്നോട് തർക്കിച്ചുകൊണ്ട് നിന്നിട്ടോ അത് വേറെ എന്തെങ്കിലും ചിന്തിച്ചിട്ടോ കാര്യമില്ല. ആ കുട്ടിക്ക്, ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ എന്നോട് വിളിച്ചിട്ടുള്ള കുട്ടിക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇനിയും പോകും. ഒരു കൗൺസിലിംഗ് ചെയ്തിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അതൊരു സൈക്കോളജിക് മൂവ്മെന്റ് ആണ്. പിന്നെ എൻ്റെ വീഡിയോകൾ തെറ്റിദ്ധരിക്കേണ്ട. അല്ലെങ്കിൽ സെൻഷ്വാലിറ്റി, സെക്സ് ഇതൊന്നും അതിൽ വരുന്നില്ല. അവർ കംഫർട്ട് സോൺ കിട്ടാത്തതുകൊണ്ട് പോകുന്നതാണ്. ആ കംഫർട്ട് സോൺ വീട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും എവിടെയും പോകില്ല.